ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മളിപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ സംസാരിച്ചു. എങ്ങനെ ഏജൻസിനെ ചെക്ക് ചെയ്യാന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ ജെന്യുവൻ ആണ് ഫേക്ക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. ഇതിലൊക്കെ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്ന കൂട്ടത്തില് ഒരു കോമൺ പാറ്റേണിൽ വരുന്ന ഒരു മെസ്സേജ് ആണ്. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ഏജൻസിക്ക് പേയ്മെന്റ് കൊടുത്തത്. ഇപ്പൊ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, അവർ ഏജൻസി ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറ്റ് ദ എൻഡ് നമ്മുടെ പൈസയാണ്, നമ്മളത് കൊടുക്കുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുക. അപ്പൊ ഓക്കെ, നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാം, പക്ഷെ അറ്റ് ദ റിസ്ക് നമ്മളൊരു എന്താ പറയാ, ഒരു 10% എങ്കിലും നമ്മുടെ സൈഡിൽ നമ്മളൊരു എഫേർട്ട് ഇടുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. കാരണം ലോസ് വരുമ്പോൾ നമുക്ക് മാത്രമേ വരുന്നുള്ളൂ. വേറെ ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ ഫ്രണ്ടോ, ഈ പറഞ്ഞ ആൾക്കാരും ആ ഒരു ലോസിന്റെ ഒരു ഇതെടുക്കാൻ വരുന്നില്ല. നമ്മുടെ കാശ് നമ്മളത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം കൊടുക്കുക. ഇപ്പൊ ഏതായാലും സംഭവിച്ചപ്പോ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒന്നും എന്താ പറയാ, നമുക്കത് ഇപ്പൊ ചെയ്യുന്നതിന് മുമ്പ്, ഇതെല്ലാം എന്താ പറയാ, നമ്മൾ കാശ് കൊടുക്കുന്നതിന് മുമ്പ് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാനും ആളുകളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾ സൈൻ ചെയ്യുന്ന കോൺട്രാക്റ്റിലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും. കാരണം അതുപോലത്തെ സിറ്റുവേഷൻസും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഫേസ് ചെയ്യുന്നത്. അതായത് സൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, എന്താ പറയുക, ഇപ്പൊ 4 ലക്ഷം രൂപ ആണെങ്കിൽ അതിനകത്ത് 2.5-3 ലക്ഷം രൂപ വിസ റിജക്ട് ആയാലും ഇല്ലെങ്കിലും കമ്പനി തിരിച്ചു തരില്ല, സർവീസ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതുപോലെയൊക്കെ ഒരുപാട് ഉടായ്പ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം പേയ്മെന്റ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയില് മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്യുവർലി പോളണ്ട് ബേസ്ഡ് ടോപ്പിക്കാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഏജന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ഏജന്റ്, ഈ പറഞ്ഞ 2 ആളുകളും ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഏജന്റ് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടോ പോളണ്ടിൽ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഡയറക്റ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്കത് ചെക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. സോ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോവാം. സോ ഈ ഒരു വെബ്സൈറ്റിലാണ് നമുക്ക് നമ്മുടെ ഏജന്റ്, അതായത് അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ എംപ്ലോയ്മെന്റ് ഏജൻസി പോളണ്ടിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സബ് ഏജന്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സബ് ഏജൻസ് അവർ സബ് ഏജന്റ് ആണ്, ഡയറക്റ്റ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മെയിൻ ഏജന്റ് ആണോ ഏതാണോ അവർ പറയുന്നത് അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വെബ്സൈറ്റ്. അതായത് ഇത് ജസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, പക്ഷെ ഇത് വെബ്സൈറ്റ് മോസ്റ്റ് എല്ലായിടത്തും ഇത് പോളിഷിലായിരിക്കും കാട്ടുന്നത്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇംഗ്ലീഷ് വെർഷനിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ആ ഏജന്റ്, അതായത് ആ മെയിൻ ഏജൻസി ഏതാണോ അതിന്റെ ഒരു ഫുൾ നെയിം മാത്രം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നിപ് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഏത് ഏജൻസി ആണെങ്കിലും അവർക്കൊരു നിപ് നമ്പർ മാൻഡേറ്ററി ആണ്. ആ ഒരു നിപ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരു ഇഷ്യൂ നമുക്ക് നേരെ ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അവരുടെ ഫുൾ ഡേറ്റ, അതായത് ഫൈനാൻഷ്യൽ ഡേറ്റ ആവട്ടെ എന്ത് ഡേറ്റ ആവട്ടെ എല്ലാം നമുക്ക് ഏതൊരു കമ്പനീനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിപ് നമ്പറും ഫുൾ നെയിം ഒക്കെ നമുക്ക് നമ്മുടെ ജോബ് കോൺട്രാക്റ്റിൽ നിന്ന്, നമ്മുടെ വർക്ക് പെർമിറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരണം. കാരണം ഇതില്ലെങ്കിൽ പിന്നെ അവർ രജിസ്റ്റേർഡ് ആയിരിക്കില്ലല്ലോ. നിപ് നമ്പർ എന്താണെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത് നിർബന്ധമാണ്. അപ്പൊ നിപ് നമ്പർ എന്താണെങ്കിലും എല്ലാ കമ്പനികൾക്കും വേണം. അതുകൊണ്ട് ഒരു മസ്റ്റ് ആയിട്ട് നിങ്ങളത് വാങ്ങിയിരിക്കണം. അതങ്ങനെ തരാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എന്താ പറയാ, ഇത് പൊതുവെ ഇത് പബ്ലിക്കായിട്ട് കൊടുക്കുന്ന ഒരു നമ്പറാണ്. അതിനകത്ത് വലിയ സീക്രട്ട് കാര്യങ്ങളൊന്നുമില്ല. സോ പോളണ്ടിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്കൊരു നിപ് നമ്പർ ഉണ്ടാവും. ഓക്കെ, വൺസ് നിങ്ങൾക്ക് നിപ് നമ്പറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെല്ലേണ്ട ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് പോകേണ്ടത്. അതായത് രജിസ്റ്റർ ഓഫ് എൻറ്റിറ്റീസ് റണ്ണിങ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ, അതായത് ബ്രൗസ് ക്രാഷ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഏതെല്ലാം ഏജൻസീസ് ആണ് ലീഗലായിട്ട് പോളണ്ടിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. അതായത് മാൻ പവർ കാര്യങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ ഏജൻസീസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് എന്താ പറയുക, ഒരു ലിസ്റ്റ് ഓഫ് ഏജൻസീസിന്റെ നമ്പർ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 8,710 ലിസ്റ്റ് ഉണ്ട് ഒരൊറ്റ ഒരു പേജിൽ തന്നെ. സോ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ഏജൻസിനെ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. അതായത്
ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് പേര് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിക് നമ്പർ വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ടൈപ്പ് ഓഫ് ജോബ്, ആ ഒരു കോഡ് നമ്പർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഏജൻസിനെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്കിപ്പോ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു റാൻഡം ആയിട്ട് ഇപ്പൊ ഈ ഒരു ഏജൻസിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ ഏജന്റ് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ്, അതായത് ആ ടൈപ്പ് എങ്ങനത്തെ വർക്കാണ് ആ ഒരു ഏജൻസി ചെയ്യണേ, അവരിപ്പോ ആക്റ്റീവ് ആണോ അല്ലയോ, അതുപോലെ തന്നെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ സബ് ഏജന്റ് നിങ്ങളോട് പറയുകയാണ് അവരായിട്ട് നിങ്ങൾ ലിങ്ക്ഡ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം. യൂഷ്വലി ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്തിട്ട്. കാരണം പൈസ കൊടുത്ത ശേഷം പിന്നെ അത് തിരിച്ചു കിട്ടാൻ നടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ആളുകള് ചതിക്കാൻ വേണ്ടി, അങ്ങനെ എല്ലാവരും നല്ല, പക്ഷെ ഒരുപാട് ആളുകൾ നമ്മുടെ വീക്ക്നെസ് യൂസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കൺഫേം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു മാക്സിമം എന്താ പറയാ ഇതുപോലത്തെ ട്രാപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം.